വലൈക്കും വറഹമത്തുള്ളാഹി വബറകാതുഹു. മറ്റേതൊരു വീഡിയോ നിങ്ങൾ മുഴുവൻ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിലും ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണണമെന്നും അത് മറ്റുള്ളവരിലോട്ട് ഷെയർ ചെയ്യണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. അതിനുള്ള കാരണം കൂടെ ഞാൻ പറഞ്ഞേക്കാം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ തമ്മിലിൽ കണ്ടതുപോലെ തന്നെ ഒരു പെൺകുട്ടി മരണത്തിന്റെ വക്കിൽ നിന്ന് ഇങ്ങോട്ട് പോന്ന് കിട്ടിയത് പടച്ചവന്റെ കാവലുകൊണ്ടാണെന്ന് വേണമെങ്കിൽ പറയാം. കുറച്ച് ദിവസം മുന്നേ എന്നെ ഒരു അമ്മ കോൾ ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇതേപോലെ ഒരു കൗൺസിലിംഗ് കണ്ടതാണ്. നിങ്ങൾ തമ്മിലിൽ പോയ പോലെ തന്നെ മോളുടെ ഒരു അവസ്ഥ കാരണം കൊണ്ട് ഒരു കൗൺസിലറെ കാണാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. അപ്പൊ ഈ കൗൺസിലർ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ സർട്ടിഫൈഡ് കൗൺസിലറാണ്, ഡിപ്ലോമ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ഒരാളാണ്. അപ്പൊ അവരത് പോയി കണ്ടിട്ടുണ്ടായിരുന്നു. അവരൊരു തെറപ്പിസ്റ്റും കൂടെയാണ്, ഹിപ്നോ തെറപ്പിസ്റ്റും കൂടെയാണെന്നാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ പോയി അവർ കൗൺസിൽ ചെയ്ത് ഹിപ്നോ തെറപ്പി ചെയ്ത് തെറപ്പി ഒക്കെ കഴിഞ്ഞ സമയത്ത് ഇയാൾ സജഷൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത്ര, എപ്പോഴൊക്കെ ഈ കുട്ടിക്ക് ഒരു ബുദ്ധിമുട്ട് വരികയാണെന്നുണ്ടെങ്കിലും അയാളെ പോയി കണ്ടു കഴിഞ്ഞാൽ ഇവൾക്ക് ഒരു ആശ്വാസം കിട്ടും, അതുകൊണ്ട് തന്നെ ഇനി അയാളെ പോയി കണ്ടാൽ മതി എന്നുള്ള രീതിയിൽ അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സജഷൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. ഈ സജഷൻ എന്നുള്ളൊരു വേർഡ് ഞാൻ പറയാനുള്ള കാരണം ഹിപ്നോട്ടിസം അറിയുന്ന അല്ലെങ്കിൽ ഹിപ്നോ തെറപ്പി പഠിച്ചിട്ടുള്ള ആളുകൾക്ക് അറിയാം സജഷന്റെ പവർ എന്താണെന്നുള്ളത്. ഇത് മേ ബി ഒരാളിൽ കുറെ കാലത്തേക്കൊക്കെ ഒരു പവർ വർക്ക് ചെയ്യും, ഒരു സജഷൻ വർക്ക് ചെയ്യും, ചിലരിൽ വർഷങ്ങളോളം വർക്ക് ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടി വീണ്ടും വീണ്ടും ഇയാളെ കാണാനായിട്ട് പോവുകയും ഇയാളുടെ അടുത്ത് ഇങ്ങനെ തെറപ്പി എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഒരു ആശ്വാസം കിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ചു കാലം കഴിഞ്ഞ സമയത്ത് ഇയാൾ ഈ പെൺകുട്ടീനെ അബ്യൂസ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ആൻഡ് ഓളുടെ പേഴ്സണൽ ലൈഫിൽ ഞാൻ അതിവിടെ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല, ഓളെ പേഴ്സണൽ ലൈഫിൽ ഉണ്ടായിട്ടുള്ള വലിയൊരു ട്രോമ ഇയാള് അതിനേക്കാൾ വലിയൊരു ട്രോമ കൊടുത്തു എന്ന് വേണം പറയാനായിട്ട്. അങ്ങനത്തെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ ഒരു നിവൃത്തിയുമില്ല, മോള് പാനിക് ആവാൻ തുടങ്ങി, രാത്രി വീട്ടിനെ പേടി, ഹാലുസിനേറ്റ് ചെയ്യുന്നുണ്ട്, എന്തൊക്കെയൊക്കെയോ ബുദ്ധിമുട്ടുകളുണ്ട്. അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞപ്പോഴാണ് അമ്മ എന്നെ കോൾ ചെയ്തിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു മോൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ദാറ്റ് ഇസ് ദ വെരി ഫസ്റ്റ് മിസ്റ്റേക്ക്. എന്നെ വിളിച്ചിട്ട് ചോദിച്ചു മോൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞു അല്ല അമ്മ, ഞാനൊരു ലൈഫ് സ്റ്റൈൽ ട്രെയിനറാണ്, ഞാൻ സൈക്കോളജി പഠിച്ചിട്ടുണ്ട്, ഹിപ്നോതെറപ്പി പഠിച്ചിട്ടുണ്ട്, ഇങ്ങനെ എന്നെ പോലെ മെഡിറ്റേഷൻ പഠിച്ചിട്ടുണ്ട്, വെൽനെസിന്റെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്നല്ലാതെ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല, ഐ എം നോട്ട് എ ഡോക്ടർ എന്നുള്ള കാര്യം ഞാൻ അവരോട് പറഞ്ഞപ്പോൾ അമ്മ എന്നോട് പറഞ്ഞത് എന്തേലും ചെയ്തിട്ട് ശരിയാക്കിയാൽ മതി, കാരണം ഇത് നാട്ടുകാർ അറിയാനോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് അറിഞ്ഞാലോ ശരിയാവൂല എന്നുള്ള രീതിയിലായിരുന്നു. ഞാൻ അവരെ കറക്റ്റ് ആയിട്ട് അവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അമ്മ പറഞ്ഞു ഓക്കെ ഞാൻ എന്നാ പിന്നെ ഡോക്ടറെ കൊണ്ടേ കാണിച്ചോളാം, പക്ഷെ മോൾ ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യണം, എന്റെ മോള് പോയൊരവസ്ഥയിൽ കൂടെ ഇനി ഒരാളും പോകരുത് എന്നുള്ളത്. കാരണം ആ കുട്ടി ഈ കഴിഞ്ഞ ഒരു മാസത്തിനിടയ്ക്ക് 3 തവണയോളം സൂയിസൈഡ് അറ്റംപ്റ്റ് ട്രൈ ചെയ്തിട്ടുണ്ട്, അതായത് സൂയിസൈഡിന് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ കുട്ടി ഇങ്ങനെ ഭാഗ്യം കൊണ്ടാണ് ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നിട്ടുള്ളത്. ഈ ഒരു അവസ്ഥയിൽ ഈ കുട്ടി എത്താനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഒരു കൗൺസിലർ മാത്രമാണ്. അപ്പോൾ അവരതിനെ അഗെയിൻസ്റ്റ് ലീഗലി മൂവ് ചെയ്യാം അല്ലെങ്കിൽ അവരെ പോയി കാണേണ്ട പോലെ കാണാം എന്നൊക്കെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അത് അവർ നമ്മൾ കംപ്ലീറ്റ്ലി അവർക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട്. അവർ പറഞ്ഞിട്ടുള്ള കാര്യം ഇവർ രണ്ടുപേരും റിവീൽ ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷെ ഒരു അവയർനെസ് കൊടുത്താൽ മതി എന്നാണ്. കാരണം പെൺകുട്ടിയുടെ കേസ് ആയതുകൊണ്ട് തന്നെ ഓൾക്കത് പുറത്തോട്ട് കൊണ്ടുവരണമെന്നോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യമൊന്നുമില്ല, ഇത് ഒരു അവയർനെസ് കൊണ്ടുവരണമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് കാര്യത്തിലോട്ട് കടക്കാം. ഇന്നത്തെ കാലഘട്ടത്തില് വെൽനസ് കോച്ച് എന്ന് പറഞ്ഞാൽ ഡോക്ടറാണ്, ലൈഫ് സ്റ്റൈൽ ട്രെയിനർ എന്ന് പറഞ്ഞാൽ ഡോക്ടറാണ്, കൗൺസിലർ എന്ന് പറഞ്ഞാൽ ഡോക്ടറാണ്, അതേപോലെ മൈൻഡ് പവർ ട്രെയിനർ എന്ന് പറഞ്ഞാൽ ഡോക്ടറാണ്. എല്ലാത്തിനെയും ട്രീറ്റ്മെന്റ് ചെയ്യാനുള്ള അധികാരമുള്ള ഒരു ഡോക്ടർ എന്നുള്ള ഒരു ലേബലിലേക്ക് കുറെ ആളുകൾ കാണുന്നുണ്ട് സാധാരണ പൊതുസമൂഹം. അതേപോലെ തന്നെ വേറൊരു കാര്യമാണ് ഈ എന്താ പറയാ മൈൻഡ് റീഡേഴ്സ് അല്ലെങ്കിൽ മെന്റലിസ്റ്റുകളിനെയൊക്കെ അവർക്ക് ഇങ്ങനെ മനസ്സ് ഓപ്പൺ ആക്കി ഹൃദയം തുറന്ന് മനസ്സ് വായിക്കാനുള്ള കഴിവാണെന്ന് വിചാരിച്ചിട്ട് അവരുടെ അടുത്തേക്ക് പോകുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പൊ ഞാനിത് നിങ്ങളുടെ അടുത്ത് വന്ന് പറയുന്ന കാര്യം എന്താ വെച്ചാല് എന്റെ കയ്യിൽ ഒരു 8-10ഓളം സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്. ഹിപ്നോട്ടിസം പഠിച്ചതിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഹിപ്നോ തെറപ്പി പഠിച്ചതിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിലും ഞാനൊരു RCA അപ്രൂവ്ഡ് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് അല്ല. എനിക്കൊരു രോഗത്തെ ചികിത്സിക്കാൻ നിയമപരമായിട്ട് കഴിയില്ല. ഇപ്പൊ നിങ്ങൾ കാണുന്ന കൗൺസിലേഴ്സ് അങ്ങനെ ബാക്കിയുള്ള ആളുകളൊന്നും ഈ പറയുന്ന പോലെ നിയമപരമായിട്ട് രോഗത്തിന് ട്രീറ്റ്മെന്റ് എടുക്കാൻ പറ്റുന്ന ആളുകളായിക്കൊള്ളണം എന്നില്ല. എനിക്കൊരു കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റിന്റെ അണ്ടറിൽ വേണമെങ്കിൽ വർക്ക് ചെയ്യാം, അതായത് കൗൺസിലിംഗ് കൊടുക്കാം അയാളുടെ ഗൈഡൻസിൽ, പ്രോപ്പർ ഗൈഡൻസിൽ. പിന്നെ ഞങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക വെച്ചാൽ നമുക്ക് നിങ്ങൾക്ക് അവബോധം ഉണ്ടാക്കി തരാൻ പറ്റും. ഐ മീൻ ഇങ്ങനെ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയാൻ പറ്റും ഇന്ന കാര്യങ്ങളൊക്കെ ഇന്ന കാര്യങ്ങളുടെ സിംറ്റംസ് ആണ്, ഇത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ കാണൂ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഫസ്റ്റ് സ്റ്റെപ്പ് വേണം, ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് അഡ്വൈസ് വേണം, നിങ്ങൾ മെന്റലി ഇത്തിരി ഡൗൺ ആണ്, സോ നിങ്ങൾക്ക് ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് അഡ്വൈസ് വേണം. സോ നമുക്ക് നമ്മളുടെ ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഇന്നതാണെന്ന് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരാളെ കൺസൾട്ട് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കൗൺസിലറുടെ അടുത്ത് പോവുകയാണെങ്കിൽ അവർ പറഞ്ഞു തരും മേ ബി ഇന്നതൊക്കെ ആയിരിക്കും ബുദ്ധിമുട്ട്, നിങ്ങൾ ഇതൊക്കെ ചെയ്ത് നോക്കൂ, എന്നിട്ട് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കാണും. അതിൽ എനിക്ക് മെയിൻ ആയിട്ട് പറയാനുള്ള കാര്യം കൗൺസിലർ എന്നുള്ളൊരു ലാബിൽ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞാനൊരു സർട്ടിഫൈഡ് കൗൺസിലർ ആണ് എന്ന് നിങ്ങൾക്ക് ഒന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വഴി കൂടെ പോണ എല്ലാവരെയും വിളിച്ച് നിങ്ങൾക്ക് കൗൺസിൽ ചെയ്യാം, എല്ലാവർക്കും നിങ്ങൾക്ക് സജഷൻസ് പറഞ്ഞു കൊടുക്കാം, എല്ലാ രോഗവും കൗൺസിൽ ചെയ്ത് മാറ്റാം. അങ്ങനെ ഒരു സാധനം ഇല്ല ഗൈസ്. നിങ്ങൾക്ക് ക്ലിനിക്കലി എന്തെങ്കിലും ഒരു അസുഖം ഉണ്ട്, നിങ്ങൾക്ക് ഒരു സെക്കൻഡ് അവിടെ മഴ പെയ്യുന്നുണ്ട്, അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ,
നിങ്ങൾക്ക് ക്ലിനിക്കലി എന്തെങ്കിലും അസുഖമുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്നുണ്ട്, തീരെ ഉറങ്ങാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ സൂയിസൈഡ് ടെൻഡൻസി ഒക്കെ ഉണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങളൊരു കൗൺസിലറെ കാണുന്നതിനേക്കാളും മുന്നേ ഒരു കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റിനെ അല്ലെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റിനെ പോയി കാണാം. നിങ്ങളിപ്പോൾ ഞാൻ ഒരു സിമ്പിൾ ആയിട്ടൊരു കാര്യം പറഞ്ഞു, നിങ്ങൾക്ക് ഒരു പനി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ഒരു പാരസെറ്റമോൾ എടുത്ത് കൊടുക്കും, അല്ലെങ്കിൽ ഒരു ചുക്ക് കാപ്പി എടുത്ത് കഴിച്ചു വിചാരിച്ചു. നിങ്ങളെ പനി മാറിയില്ലെങ്കിൽ എന്താ കാട്ടുക? നിങ്ങളൊരു ഡോക്ടറെ പോയി കാണും അല്ലേ? നിങ്ങൾ സ്വന്തമായിട്ട് ദിവസങ്ങളോളം ആഴ്ചകളോളം മാസങ്ങളോളം ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് ചാവാൻ നിൽക്കില്ലല്ലോ. അതേപോലെയാണ് മാനസിക രോഗം എന്ന് പറയുന്നത്. പിന്നെ ഈ തെറപ്പീസ്, ഇപ്പൊ നമ്മൾ പറയുന്നത് ഹിപ്നോതെറപ്പി അല്ലെങ്കിൽ CBT, ഇങ്ങനെയുള്ള ഡിഫറെന്റ് ഒരുപാട് തെറപ്പികളുണ്ട് കേട്ടോ. ഇത്തരത്തിലുള്ള തെറപ്പികളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിലും പ്രയോഗിക്കുന്നുണ്ടെങ്കിലും അതൊരു കൗൺസിലർ അല്ലെങ്കിൽ ഒരു തെറപ്പിസ്റ്റ് നിങ്ങൾക്ക് തരുന്നത് ഒരു ഡോക്ടറുടെ ഗൈഡൻസോടെ അല്ലാന്നുണ്ടെങ്കിൽ അതൊരു വെറും ഒരു പരീക്ഷണം മാത്രമായിട്ട് നിങ്ങൾ കാണാം. നിങ്ങൾക്ക് അത് ഓക്കെ, എനിക്ക് ഇന്ന ആള് ഇന്ന തെറപ്പി എടുത്താൽ മതി എന്നുള്ളൊരു നിങ്ങളുടെ തീരുമാനത്തോടെ കംപ്ലീറ്റ്ലി, ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, എൻ്റെ അടുത്ത് നിങ്ങളൊരു കേസ് കൊണ്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ തീരുമാനത്തോടെ വരിക. എന്നിട്ട് നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞു തരുന്ന സജഷൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഡോക്ടറെ കാണിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വന്നാൽ മതി എന്ന് ഞാൻ പറയാം. കാരണം എന്നെ ആരെങ്കിലും വിളിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ ആദ്യം പറയാതാണ്, ഓക്കെ ഇതിൽ മാറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കാണിക്കണം കേട്ടോ, നിർബന്ധമായിട്ട് ഡോക്ടറെ കാണിക്കണം കേട്ടോ. കാരണം ഇപ്പൊ ഞാൻ MSc സൈക്കോളജി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജെൻ യൂണിവേഴ്സിറ്റിയിൽ. RCI വന്നിട്ട് നമ്മുടെ UGC വന്നിട്ട് ഓൺലൈൻ സൈക്കോളജി MSc സൈക്കോളജിയുടെ വാലിഡേഷൻ എടുത്താണ്ട് കളഞ്ഞു. ഇപ്പൊ ഇനി അങ്ങോട്ടേക്ക് എടുക്കുന്ന ഓൺലൈൻ MSc സൈക്കോളജിക്ക് യാതൊരു വാല്യൂ ഇല്ല. ഓൺലൈൻ സൈക്കോളജി കോഴ്സിന് യാതൊരു വാല്യൂ ഇല്ല. അതിന്റെ റീസൺ എന്താണെന്നറിയോ നിങ്ങൾക്ക്? നമ്മൾ ഈ ഓൺലൈനായിട്ട് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഈ ഷോർട്ട് ടേം കോഴ്സസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാ ഇൻഫർമേഷനും കിട്ടിക്കൊള്ളുന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ 12-13ഓളം കോഴ്സുകൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് നിങ്ങളുടെ അടുത്ത് ആധികാരികമായിട്ട് പറയാൻ പറ്റും, നമ്മൾ ഒരിക്കലും ഒരു രോഗത്തിന് ട്രീറ്റ് ചെയ്യാൻ പാകത്തിന് കേപ്പബിൾ ആവില്ല ഗൈസ്. നമുക്ക് നോളജ് ഉണ്ട്, ഓക്കെ, ഇഷ്ടം പോലെ അറിവുണ്ട്, നമുക്കത് ഒരാൾക്ക് വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാം. നിങ്ങൾക്ക് ട്രീറ്റ്മെന്റ് എടുക്കുന്നതിന് മുന്നേ വേണമെങ്കിൽ ഇത് ചെയ്ത് നോക്കാം. ഇത് ചെയ്തിട്ട് നിങ്ങൾക്ക് ഭേദമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഡോക്ടറെ കാണാം. അതായത് ഈ പറയുന്ന കൗൺസിലേഴ്സിനെയൊന്നും നിങ്ങൾ ഡോക്ടറായിട്ട് കാണാതിരിക്കുക. പിന്നെ ഹിപ്നോതെറപ്പി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തൽക്കാലത്തേക്ക് നിങ്ങളുടെ മൈൻഡിൽ നിന്ന് അതിനെ നിങ്ങൾക്ക് നുള്ളിയെടുക്കാൻ പറ്റും. കാരണം നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഒരു തെറപ്പിസ്റ്റിന്റെ ഹിപ്നോതെറപ്പിസ്റ്റിന്റെ അല്ലെങ്കിൽ ഒരു ഹിപ്നോട്ടിസ്റ്റിന്റെ കയ്യിലാണ്. ഇപ്പൊ ഞാൻ ഈ മരിച്ച ആൾക്കാരെ കാണിച്ചു കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങളുടെ മണാലി കൊണ്ടുപോകാൻ പറ്റും, നിങ്ങളുടെ ചൈൽഡ്ഹുഡിലോട്ട് കൊണ്ടുപോകാൻ പറ്റും, നിങ്ങൾക്ക് പെയിൻ കാണിച്ചു തരാൻ പറ്റും, നിങ്ങളുടെ പെയിൻ മാറ്റാൻ പറ്റും, നിങ്ങളുടെ പേര് മാറ്റാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിതിങ്ങനെ കാണിച്ചു തരും, പഠിപ്പിച്ചു തരും, ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു സൈക്കാട്രിക് ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അതിന് പകരമായിട്ട് നിങ്ങൾ ഈ ഒരു സാധനം കാണരുത്. ആ ഡോക്ടർ നിങ്ങളുടെ അടുത്ത് റെഫർ ചെയ്യാണ്, നിങ്ങളുടെ ഒരു തെറപ്പിസ്റ്റിനെ നിങ്ങൾ ഇന്ന തെറപ്പിസ്റ്റിനെ നിങ്ങൾ കണ്ടോളൂ, അല്ലെങ്കിൽ ഇന്ന തെറപ്പിസ്റ്റിനെ കാണിച്ചിട്ട് ഇന്ന തെറപ്പി ഞാൻ എടുക്കുന്നുണ്ട് പറയുമ്പോൾ നിങ്ങളുടെ ഡോക്ടർ പറയണം ഓക്കെ ആ തെറപ്പി നിങ്ങൾ എടുത്തോളൂ എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ്സ് ഫൈൻ. അതല്ലാതെ നിങ്ങൾ ഈ കുഴിയിൽ പോയി ചാടരുത്. കാരണം എന്താ പറയുക, നിങ്ങളുടെ മനസ്സിന് ആശ്വാസം തരുന്ന എല്ലാവരോടും നിങ്ങൾക്കൊരു അഡിക്ഷൻ ഉണ്ടാവും. പ്രത്യേകിച്ച് ഈ ടീനേജേഴ്സ് അല്ലെങ്കിൽ ഒരു പ്രേമം പൊട്ടി നിൽക്കുന്ന ആൾക്കാർ, ഒരു മാരേജ് കഴിഞ്ഞ് നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് എന്താ പറയുക, ഈ മൈൻഡിനെ ഒന്ന് ഓക്കെ ആക്കാനുള്ള പൊരിച്ചലായിരിക്കും. ആ ഒരു പൊരിച്ചലിലാണ് ഇവർ വേഗം ഇത്തരത്തിലുള്ള തെറപ്പിസ്റ്റിന്റെ അടുത്ത് ബാക്കിയുള്ളവരത്തൊക്കെ പോകും. അപ്പൊ അതിന്റെ ഈ ഒരു ഹിപ്നോതെറപ്പി ഒക്കെ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് മൈൻഡ് കാമാവും. നിങ്ങളുടെ മൈൻഡുകൾ നമ്മൾ കയ്യിലോട്ട് എടുക്കണ പോലെ പെട്ടെന്ന് മൈൻഡ് കാണാമോ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ഞാനൊരു ജസ്റ്റ് ട്രയൽ പറഞ്ഞുതരാം. നിങ്ങളൊരു ആരും ഇല്ലാത്ത അല്ലെങ്കിൽ വലിയ ക്രൗഡൊന്നും ഇല്ലാത്ത ഒരു ഭാഗത്ത് നിങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണെന്ന് വിചാരിച്ചു. ഓക്കെ, നിങ്ങൾ ഇരിക്കുക, ഒന്ന് പോയിട്ട് ഈ ഒരു വീഡിയോ ഇവിടെ പോസ് ചെയ്തിട്ട് നിങ്ങൾ വലിയ തിരക്കൊന്നും ഇല്ലാത്ത സ്ഥലത്ത് നിങ്ങളൊന്ന് ഇരിക്കുക, കാമായിട്ട് ഇങ്ങനെ കൈയും കാലൊക്കെ ഒന്ന് ഓപ്പൺ ആക്കി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഇരുന്നാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഹിപ്നോട്ടിസം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഒന്ന് ഇരിക്കൂ, ഓക്കെ, റിലാക്സ് ആയിട്ടിരിക്കുക കേട്ടോ, വലിയ പ്രശ്നമൊന്നും ഇല്ലാണ്ട്. ഈ ഒരു വീഡിയോ ഇനിയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് കഴിയുന്നത് വരയ്ക്ക് നിങ്ങൾ എന്താ പറയുക, ഒന്നും ചെയ്യാഞ്ഞിട്ട് ഇങ്ങനെ ഒന്നും ഇരിക്കും. ബേസിക് ആയിട്ട് ഹിപ്നോട്ടിസ്റ്റുകൾ ചെയ്യുന്ന ഒരു സജസ്റ്റബിലിറ്റി ടെസ്റ്റ് ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഞാനിവിടെ ചെയ്യുന്നത്, ഡിസ്ക്ലൈമർ പോലെ പറയണത്. അപ്പൊ ഇങ്ങനെ ഒന്ന് വെച്ചിട്ടിരിക്കും. ഓക്കെ, കണ്ണുകൾ പതിയെ ഒന്ന് അടയ്ക്കുക, ക്ലോസ് യുവർ ഐസ് സ്ലോലി. ഓക്കെ, ഞാൻ പറയുന്നതിനനുസരിച്ച് നിങ്ങൾ ശ്വാസം എടുക്കുക കേട്ടോ. ഓരോ ശ്വാസവും നിങ്ങളുടെ അടിവയറ്റിലോട്ട് എത്തുന്നത് പോലെ ഡീപ്പായിട്ട് ശ്വാസം എടുക്കുക. ശ്വാസം എടുക്കാൻ പറയുമ്പോൾ മൂക്കിലൂടെ ശ്വാസം എടുക്കുക. ബ്രീത്ത് ഔട്ട് പറയുമ്പോൾ വായിലൂടെ ഒരു ബലൂണിലോട്ട് ഊതിക്കളയുന്ന പോലെ ഊതിക്കളയുക കേട്ടോ. ഓക്കെ, ഐ തിങ്ക് യു ആർ റെഡി നൗ. 1 2 3. ടേക്ക് എ ഡീപ് ബ്രീത്ത് ഇൻ, ഹോൾഡ് ഓൺ, എക്സേൽ സ്ലോലി. Again, take a deep breath in, hold on, exhale slowly, breathe in, hold on, breathe out slowly, again breathe in, hold on,
ബ്രീത്ത് ഔട്ട് സ്ലോലി. ഓരോ ശ്വാസം എടുക്കുമ്പോഴും നിങ്ങളുടെ ബോഡി കൂടുതൽ കൂടുതൽ റിലാക്സ് ആയി വരുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കരമായിട്ട് നിങ്ങളുടെ ശ്വാസം എടുക്കുന്നതിനനുസരിച്ച് നിങ്ങളുടെ ബോഡി റിലാക്സ് ആയി വരുന്നുണ്ട് കേട്ടോ. നല്ലപോലെ റിലാക്സ് ആയി വരുന്നുണ്ട്. ഓരോ ശ്വാസത്തിലും നിങ്ങൾ റിലാക്സേഷൻ്റെ ആഴങ്ങളിലോട്ട് പോവാണ് കേട്ടോ. അഗെയിൻ ടേക്ക് എ ഡീപ് ബ്രീത്തിങ്, ഹോൾഡ് ഓൺ, എക്സേൽ സ്ലോലി. ഓക്കെ, ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കേൾക്കാനും അത് വിഷ്വലൈസ് ചെയ്യാനും സാധിക്കും കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു വെള്ള കളറ് കുപ്പിയുണ്ട്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു വെള്ള കളറ് ബോട്ടിലുണ്ട്. ആ ബോട്ടിലിന് ഒരു ബ്ലൂ കളർ ക്യാപ്പ് ഉണ്ട്, ബ്ലൂ കളർ മൂടിയുണ്ട്. ആ ബോട്ടിലിന്റെ അടപ്പ് ബ്ലൂ കളറാണ് കേട്ടോ. ആ ബോട്ടിൽ നിറയെ ഈ ലോകത്ത് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള പശയാണുള്ളത്. ആ ബോട്ടിൽ നിറയെ ഈ ലോകത്ത് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഫെവിക്കോളാണ് കേട്ടോ. ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഫെവിക്കോളാണ്. ഞാനത് നിങ്ങളുടെ തല വഴി ഒഴിക്കാനായിട്ട് പോവാണ് കേട്ടോ. സ്ലോലി ഞാനത് നിങ്ങളുടെ തലയിലൂടെ ഒഴിക്കുന്നുണ്ട്. തലയിലൂടെ അത് തല മുഴുവനായും കവർ ചെയ്ത് നിങ്ങളുടെ നെറ്റിയിലൂടെ ഒഴുകി നിങ്ങളുടെ പുരികത്തിലൂടെ ഒഴുകി നിങ്ങളുടെ കണ്ണ് രണ്ടും ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. രണ്ട് കണ്ണും സീൽ ചെയ്തതുപോലെ ഒട്ടിച്ച് നിങ്ങളുടെ മൂക്കിലൂടെ അത് താഴോട്ട് ഒഴുകുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ കണ്ണുകൾ രണ്ടും നന്നായിട്ട് ഒട്ടിയിട്ടുണ്ട് കേട്ടോ. ആൻഡ് ഇവിടെ നമ്മൾ രണ്ടാമതൊരു ലെയറും കൂടെ ഒഴിക്കുകയാണ്. നിങ്ങളുടെ തലയിലൂടെ ഞാനൊരു ലെയറും കൂടെ ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഒഴിക്കുകയാണ്. ഈ ലോകത്ത് തന്നെ കിട്ടാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള പശയാണ്. ഞാൻ നിങ്ങളുടെ തലയിലൂടെ ഒന്നും കൂടെ ഒഴിക്കുന്നുണ്ട് കേട്ടോ. അത് നിങ്ങളുടെ തലയിലൂടെ ഒഴുകി നിങ്ങളുടെ നെറ്റിയിലൂടെ ഒഴുകി നിങ്ങളുടെ കണ്ണ് രണ്ടും കവർ ചെയ്തിട്ടുണ്ട്. രണ്ട് കണ്ണും കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. നിങ്ങളുടെ മൂക്കിലൂടെ അത് താഴോട്ട് ഒഴുകുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് അത് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. നല്ല പോലെ നിങ്ങളുടെ കണ്ണ് ഒട്ടിയിട്ടുണ്ട്. ഞാനിവിടെ ഒരു മൂന്നാമതൊരു ലെയറും കൂടെ നിങ്ങളുടെ തലയിലൂടെ ഈ പറയുന്ന പശ ഒഴിക്കുകയാണ്. നന്നായിട്ട് ഒഴിക്കുന്നുണ്ട് കേട്ടോ. നല്ല സ്ട്രോങ്ങസ്റ്റ് പശയാണ്. ലോകത്ത് ഇതിനേക്കാളും ഒരു ടഫായിട്ടുള്ള പശ ഇല്ല. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫെവിക്കോളാണ് ഞാൻ നിങ്ങളുടെ തലയിൽ കൂടെ ഒഴിക്കാനായിട്ട് പോകുന്നത്. നിങ്ങളുടെ മുടിയൊക്കെ ടൈറ്റ് ആയിട്ടുണ്ട്. നിങ്ങളുടെ നെറ്റിയും കണ്ണൊക്കെ ഒട്ടിയത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അതാണ് ഇപ്പോൾ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മൂന്നാമതൊരു ലെയറും കൂടെ ഞാൻ നിങ്ങളുടെ തലയിലൂടെ ഒഴിക്കുന്നുണ്ട്. നിങ്ങളുടെ നെറ്റി കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ പുരികത്തിലൂടെ വന്ന് നിങ്ങളുടെ കണ്ണ് രണ്ടും പൂർണ്ണമായും ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് കേട്ടോ. പൂർണ്ണമായും ഒട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ മൂക്കിലൂടെ അത് ഒഴുകി താഴോട്ട് വരുന്നുണ്ട് കേട്ടോ. ഞാൻ പറയുന്നത് വരെ നിങ്ങൾ എത്രമാത്രം അത് തുറക്കാൻ ശ്രമിക്കുന്നോ അത്രത്തോളം അത് കൂടുതൽ കൂടുതൽ ഒട്ടി വരും കേട്ടോ. നിങ്ങൾക്കത് എത്രമാത്രം നിങ്ങൾ തുറക്കാൻ ശ്രമിക്കുന്നോ അത്രമാത്രം അത് കൂടുതൽ കൂടുതൽ ഒട്ടി വരും. നല്ലപോലെ ഒട്ടിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ശ്രമിക്കുന്നതോറും കൂടി വരും. നിങ്ങൾക്ക് വേണമെങ്കിൽ ശ്രമിച്ച് നോക്കാം. നിങ്ങൾക്ക് തുറക്കാനായിട്ട് സാധിക്കില്ല. നിങ്ങൾക്ക് തുറക്കാനായിട്ട് എന്ത് ചെയ്താലും സാധിക്കില്ല കേട്ടോ. ഞാൻ പറയുന്നത് വരെ നിങ്ങൾക്ക് തുറക്കാനായിട്ട് സാധിക്കില്ല. ഓക്കെ, തുറക്കണോ? ഓക്കെ, നൗ ഓപ്പൺ യുവർ ഐസ്. ഇപ്പൊ നിങ്ങൾക്ക് കണ്ണ് തുറക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? അപ്പോൾ ഇതിൽ കുറച്ച് ആൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കണ്ണ് ഒട്ടിയിട്ടുണ്ടാവും. ആരെങ്കിലും ഒട്ടിയിട്ടില്ല എന്ന് വെച്ചിട്ട് ഒന്നും വിചാരിക്കേണ്ട കേട്ടോ. നിങ്ങൾക്ക് ആ സജസ്റ്റബിലിറ്റി വർക്ക് ആയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ കുറെ ആൾക്കാരുടെ എങ്കിലും സജസ്റ്റബിലിറ്റി വർക്ക് ആയിട്ടുണ്ടാവും, കണ്ണ് ഒട്ടിയിട്ടുണ്ടാവും. എൻ്റെ സ്റ്റുഡൻസിൻ്റെ ഒക്കെ ഒരുപാട് പേര് നമ്മൾ കാണിച്ചു കൊടുക്കാറുണ്ട്. അതായത് നിങ്ങളൊന്ന് ഒരു കാര്യം മനസ്സിലാക്കുക. കുറച്ച് വാക്കുകൾ കൊണ്ട് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലോട്ട് എനിക്ക് എൻ്റർ ആവാനും അതിൽ റിവയർ ചെയ്യാനും എന്നെ കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഹിപ്നോട്ടിസം പഠിക്കുന്ന എല്ലാവരും ബേസിക് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ബേസിക് ആയിട്ട് പഠിക്കുന്ന ഒരു കാര്യം ഇതാണ് സജസ്റ്റബിലിറ്റി എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള സജഷൻസ് നിങ്ങൾക്ക് ലോങ് ടേമിലോട്ട് നമുക്ക് ഇട്ട് വയ്ക്കുന്ന ആൾക്കാരുണ്ടാവും. അല്ലെങ്കിൽ ഇത്തരത്തിലൂടെ നിങ്ങളുടെ ഇതുപോലെ തെറപ്പീസ് കൊടുത്തിട്ട് ഹിപ്നോ തെറപ്പിയിലൂടെ അല്ലെങ്കിൽ CBTയിലൂടെ ഒക്കെ നിങ്ങളുടെ മൈൻഡിന് റിലീഫ് വരാൻ ഇത് പഠിച്ചിട്ടുള്ള ആളുകൾക്ക് കുറച്ചൊക്കെ പറ്റും. പക്ഷെ ഇതൊന്നും ഒരു ട്രീറ്റ്മെന്റ് അല്ല ഗൈസ്. അതുകൊണ്ട് പിന്നീട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപദ്രവം ഉണ്ടാവും എന്നുള്ള കാര്യം പോലും പല തെറപ്പിസ്റ്റുകൾക്കും അറിയില്ല. ഈ പറയുന്ന തെറപ്പിസ്റ്റുകളാണ്, ഹിപ്നോട്ടിസ്റ്റുകളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ അടുത്ത് വരുന്ന ആളുകൾക്ക് പലർക്കും പ്രോപ്പറായിട്ട് അവർ കൊടുക്കുന്ന സജഷൻസ് ടേക്ക് ബാക്ക് ചെയ്യാൻ പോലും അവർ ചെയ്യാറില്ല. അപ്പം നിങ്ങൾ ഇതൊക്കെ നല്ലപോലെ പഠിക്കാത്ത ഒരാളെ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഇതിനെക്കുറിച്ച് ഒരു അവയർനെസ് ഇല്ലാത്ത ഒരാളെയൊക്കെ നിങ്ങൾ പോയി കാണുന്ന സമയത്ത് സീരിയസ്ലി നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങളത് മനസ്സിലാക്കുക. ഒരു ഫസ്റ്റ് സജഷൻ എടുക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു മൈൻഡ് ഒന്ന് റിലാക്സ് ആവാനായിട്ട്, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാനായിട്ടൊക്കെ നിങ്ങൾക്ക് ഈ പറയുന്ന കൗൺസിലേഴ്സിനെ തെറപ്പിസ്റ്റുകളെയൊക്കെ നിങ്ങൾക്ക് പോയി കാണാം. ബട്ട് അതൊരിക്കലും രോഗങ്ങൾക്കുള്ള റീപ്ലേസ്മെന്റ് അല്ല, അല്ലെങ്കിൽ ചികിത്സയ്ക്കുള്ള റീപ്ലേസ്മെന്റ് അല്ല. ഇത് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാ വെച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു മാസത്തിനകത്ത് ഒരു 3 തവണ ഒരു പെൺകുട്ടി സൂയിസൈഡിന് അറ്റംപ്റ്റ് ചെയ്യുക. ഈ 3 തവണ ഈ കുട്ടീനെ രക്ഷപ്പെടുത്തിയത് ആ അമ്മയുടെ അത്രയും എഫേർട്ട് കൊണ്ടാണ്. അവരിങ്ങനെ നിഴല് പോലെ കൊച്ചിന്റെ പുറകെ നടക്കുകയാണ്. എന്നിട്ട് ഇയാളെ വിശ്വസിച്ചിട്ട് ഇയാളുടെ അടുത്തേക്ക് പോകുന്ന സമയത്ത് നല്ല തല്ലൊടുക്കേണ്ട പരിപാടിയാണ് ചെയ്തേട്ടോ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതാണ് ലീഗലി മൂവ് ചെയ്യാനായിട്ട്. അയാളെ വിശ്വസിച്ച് അയാളുടെ അടുത്തേക്ക് പോകുന്ന സമയത്ത് അയാൾ ഇത്തരത്തിൽ സജഷൻസ് ഇട്ട് കൊടുക്കുക. എങ്ങനെ ഉണ്ടാവും? അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക.
RCA അപ്രൂവ്ഡ് ആണോ എന്ന് ചോദിക്കുക, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണോ എന്ന് ചോദിക്കുക, അവരുടെ യോഗ്യത എന്താണെന്ന് ചോദിക്കുക. അതല്ലെങ്കിൽ ഇതുപോലെ ഹോസ്പിറ്റൽസിൽ പോവാം. ഹോസ്പിറ്റൽസിൽ പോയാൽ നിങ്ങൾക്ക് നല്ല ചികിത്സ കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹോസ്പിറ്റലുകളിൽ പോയിട്ട് ഒരു കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റിന്റെ ട്രീറ്റ്മെന്റ് വേണമെന്ന് പറഞ്ഞാൽ അവർ തരും. ഒരു കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റിന്റെ അപ്പോയിന്റ്മെന്റ് വേണമെന്ന് പറഞ്ഞാൽ അവർ തരും. അവരോട് സംസാരിക്കൂ. അവർ നിങ്ങളോട് പറയും ഈ തെറപ്പി എടുത്തോളൂ, ഈ തെറപ്പി എടുത്താൽ ഓക്കെയാണ്, ഇന്ന മെഡിസിൻസ് എടുക്കൂ, ഇന്നത് എടുത്താൽ ഓക്കെയാണ്. മേ ബി അവർ തന്നെ നിങ്ങൾക്ക് കുറെ തെറപ്പി തരും. അങ്ങനെ ചെയ്യാട്ടോ. കാരണം ഞാനിപ്പോൾ ഈ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് എനിക്ക് RCA അപ്രൂവൽ കിട്ടുമെന്ന് പോലും എനിക്കറിയില്ല. കാരണം ഞാനിത് ഓക്കെ ഒരു കൊല്ലം കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആയി എന്നുള്ളൊരു ധൈര്യത്തിൽ ഇരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ റീസെൻ്റ്ലിയാണ് ഞാൻ അറിയാൻ സാധിച്ചത് നമ്മൾ ജെയിൻ യൂണിവേഴ്സിറ്റി ഇപ്പം ഞാൻ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ പോലും എനിക്ക് RCA അപ്രൂവലോ അല്ലെങ്കിൽ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. പഠിച്ചോ ചോദിച്ചാൽ പഠിച്ചു, അത്രയേ ഉള്ളൂ. ബട്ട് നോളജ് ഉണ്ടാവും, അറിവുണ്ടാവും. അതുകൊണ്ട് പറയാം മക്കളെ, നിങ്ങളുടെ ലൈഫ് നിങ്ങൾ കൊണ്ടിട്ട് സ്പോയിൽ ചെയ്യരുത്. പ്രത്യേകിച്ച് രാത്രി ഒന്നും ഉറങ്ങാൻ പറ്റാത്ത കണ്ടീഷൻ, നിങ്ങൾക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് സൂയിസൈഡ് തോട്ട് വരുന്നുണ്ടെങ്കിലൊക്കെ ഡോക്ടറെ കാണിക്കും. ഞാൻ ആദ്യം അതേ പറയൂ, ഡോക്ടറെ കാണിക്കൂ. ഓക്കെ, ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ആൻഡ് നമ്മൾ ചെയ്ത സജസ്റ്റബിലിറ്റി ടെസ്റ്റ് വർക്ക് ചെയ്തോ ഇല്ലേ എന്നുള്ളത് താഴെ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.